ഹലോ, വെൽക്കം ടു ഫാലമി ജംഗ്ഷൻ. നമുക്കിന്ന് രസവട ഉണ്ടാക്കാം. ഒരു തനി നാടൻ സ്റ്റൈലിൽ ഒരു രസവട. രസവടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചനാദാൽ അഥവാ നമ്മുടെ കടലപ്പരിപ്പ്, അവനാണ് ഇതിലെ മെയിൻ താരം. അപ്പോൾ കടലപ്പരിപ്പ് നമ്മൾ വടയുണ്ടാക്കുന്നതിന് 8 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. കുതിർത്ത് വന്ന കടലപ്പരിപ്പ് ഒരു ബൗളെടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയെടുത്ത് നല്ലതുപോലെ ചതച്ചെടുക്കാം. ചതയ്ക്കുമ്പോൾ ഈ കാണുന്നത് പോലെ ചതയ്ക്കണം, അരച്ചെടുക്കരുത്. ഒരു ബൗൾ ക്രഷ് ചെയ്ത കടലപ്പരിപ്പിലേക്ക് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, ആ കടലപ്പരിപ്പ് കൂടെ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് 2 മീഡിയം സൈസുള്ള സവോള ആഡ് ചെയ്യാം. അടുത്തത് കുഞ്ഞുള്ളി, ഒരു 5-6 കുഞ്ഞുള്ളി, 4 വലിയ പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇനി ഉപ്പ്, ജീരകം, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, കാശ്മീരി ചില്ലി, അത് എരിവിനനുസരിച്ച്. നിങ്ങൾക്കൊരു കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കരുത്, ചേർത്താൽ പൊട്ടും. ഇനി ഉരുളകൾ ഉരുട്ടി നോക്കാം. ഉരുളകൾ ഉരുട്ടുമ്പോൾ നല്ലപോലെ ഉരുളയായി വരികയാണെങ്കിൽ നമ്മുടെ മിശ്രിതം റെഡി ആയിരിക്കും. ഇനി അത് പരത്തിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് നിൽക്കുന്നത്. ഇനി ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി നമുക്ക് ഇതെല്ലാം വറുത്ത് കോരി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വറുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഉള്ളിലൊക്കെ നല്ലപോലെ എണ്ണ കയറി വറുത്ത് വരും. അല്ലെങ്കിൽ പുറം ഭാഗം മാത്രമായിരിക്കും വറുത്ത് വരുന്നത്. നമ്മൾ പരിപ്പ് വട എല്ലാം വറുത്തെടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ ഇവിടെ രസം ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് രസമാണ്. അതുകൊണ്ട് ഈ രസത്തിലേക്ക് നമുക്ക് ഈ വടകളൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. മിനിറ്റ് ശേഷം കുതിർന്നു വന്ന വടയാണിത്. രസം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, ഞങ്ങളത് ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ആഹാ, എന്ത് ടേസ്റ്റുള്ള രസവട! അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ വിഭവം ഇഷ്ടമായല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയും. ബൈ ബൈ.